നമസ്കാരം. CPM ആയൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയൂരിൽ VS അനുസ്മരണ യോഗം നടത്തി. S രാജേന്ദ്രൻപിള്ളയുടെ അധ്യക്ഷതയിൽ CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് V രവീന്ദ്രനാഥ്, ഫാദർ മാത്യു എബ്രഹാം, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജ്യോതി വിശ്വനാഥ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ലിജു ആലുവിള, കേരള കോൺഗ്രസ് CM നേതാവ് ജേക്കബ് എബ്രഹാം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷുക്കൂർ തോട്ടൻകര, അമൽ വർഗീസ്, AM റാഫി എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. അടിക്കാൻ പറഞ്ഞില്ല, വീശാൻ പറഞ്ഞു. അങ്ങനെ പിതാവ് ഐത്തത്തിനും ജന്മിത്വത്തിനും എതിരെ ഉള്ള പോരാട്ടത്തിൻ്റെ ആദ്യം വഴികാട്ടി കൊടുത്തു. അദ്ദേഹം പോയി ഈ ആളുകൾ തടയാൻ ശ്രമിച്ചു. അരഞ്ഞാണം ഊരി നല്ല വീശി അടി കൊണ്ടവരുമുണ്ട്, കൊള്ളാത്തവരുമുണ്ട്. അവരോടി. അവിടെയാണ് സഖാവ് VSൻ്റെ ജീവിത ചരിത്രം, പോരാട്ട ചരിത്രം ആരംഭിക്കുന്നത്. പിന്നെ തൻ്റെ വീട്ടിലെ പട്ടിണി, 4-ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. 11 വയസ്സുള്ളപ്പോൾ ഈ പിതാവും മരിച്ചു. തയ്യൽ, ഒരു ചെറിയ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഇതുപോലുള്ള ടെക്സ്റ്റൈൽസ് ഒന്നുമല്ല. ഒറ്റ മുണ്ടും ചീട്ടിത്തുണിയും പിന്നെ റൗക്കയ്ക്കുള്ള തുണിയും ഒക്കെ വിൽക്കുന്ന പഴയ തുണിക്കട. VS അച്യുതാനന്ദൻ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ജനിച്ചു. ദാരിദ്ര്യം കാരണം 7ാം ക്ലാസ്സിൽ വെച്ച് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗത്വമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങി. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയ VS അധികാരിവർഗത്തിൻ്റെ കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയായി. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. 1942 പ്രാദേശിക ഘടകം സെക്രട്ടറി. 1943 കൃഷ്ണപിള്ളയുടെ നിർദ്ദേശാനുസരണം പാർട്ടിയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിനായി കുട്ടനാട്ടിലേക്ക് പോയി. അവിടെ കർഷക തൊഴിലാളി യൂണിയൻ രൂപം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, കേരള സംസ്ഥാന കമ്മിറ്റി അംഗം 1957 മുതൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം 58 മുതൽ, നാഷണൽ കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. CPIM രൂപീകൃതമായതു മുതൽ കേന്ദ്ര കമ്മിറ്റിയിലും 1985 മുതൽ പോളിറ്റ് ബ്യൂറോയിലും അംഗം. 1980 മുതൽ 92 വരെ 12 വർഷം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഭരണത്തിന് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും ഒക്കെ നിലകൊള്ളുന്ന ഒരു അപൂർവം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു സഖാവ് VS എന്നൊരു വാക്ക് നമുക്കറിയാം. ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾ, 5 വയസ്സ് പോലുമില്ലാത്ത കുട്ടികൾ തൊണ്ട പൊട്ടുമാറി വിളിച്ചു പറഞ്ഞു, VS മരിച്ചെന്നാര് പറഞ്ഞു, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൂടും ചോരയിലൂടെ, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾ ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിനെ കണ്ടു കാണത്തില്ല. സഖാവ് VS അച്യുതാനന്ദൻ്റെ ഓർമ്മ പുതുക്കുവാനും അനുശോചനം അറിയിക്കുന്നതിനും വേണ്ടിയാണല്ലോ നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് ഓർമ്മിപ്പിച്ചതുപോലെ മനസ്സിൽ വളരെയധികം ഇടം പിടിച്ച ഒരു ജനനായകനാണ് സഖാവ് VS അച്യുതാനന്ദൻ. അതിൻ്റെ തെളിവാണ് അദ്ദേഹം ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ നിര്യാണ ദിവസം മുതൽ അദ്ദേഹത്തെ സംസ്കരിക്കുന്ന ആ സമയം വരെയും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ളായ സ്ഥലങ്ങളിൽ നിന്ന് ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, ആൺപെൺ വ്യത്യാസമില്ലാതെ, മഴയും മഞ്ഞും വെയിലും വകവയ്ക്കാതെ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അനേക ആയിരങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും തെരുവുകളിൽ നിന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമല്ലോ. അദ്ദേഹം ഓർപ്പിച്ചതുപോലെ ഇത്രമാത്രം ജനമനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള നേതാക്കന്മാരിൽ വളരെ ചുരുക്കമാണ്.
അങ്ങനെ അദ്ദേഹം ജനമനസ്സിൽ കുടികൊള്ളുവാൻ കാരണമായി തീർന്നത് കേരളത്തിൻ്റെ സാങ്കേതിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വലിയ ഒരു സ്ഥാനം നേടുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയുണ്ടായി. സംഘടിപ്പിച്ചുകൊണ്ട് അവരെ നട്ടലിലുള്ളവരായി നിവർന്നു നിൽക്കുവാൻ പഠിപ്പിച്ച് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഫാക്ടറി തൊഴിലാളികളുടെയും ആവശ്യങ്ങൾക്കും നിരന്തരമായി പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ടാണ് സഖാവ് VS ഒരു പുരുഷായുസ് മുഴുവൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ നാടിനെ സേവിച്ചിട്ടുള്ളത്. പഠന വിധേയമാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ടൊരു നല്ല സമയം മുതൽ അവസാന സമയം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണിച്ചിരുന്ന ചില അച്ചടക്കങ്ങളും ചില ചിട്ടകളും ഭക്ഷണ ക്രമീകരണങ്ങളും മറ്റ് സ്വഭാവ വിശേഷങ്ങളുമൊക്കെ അത് വലിയ പ്രത്യേകതയുള്ള കാര്യമാണ്. മറ്റ് ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരായ ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചിട്ടയോട് ഒരു കാരണവശാലും ഒരു മയപ്പെടാൻ, അതിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. മേഖലകളിലായാലും സ്ത്രീകളുടെ അവകാശങ്ങളുടേതായാലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു വിപ്ലവകാരിയായിരുന്നു സഖാവ് VS.